അച്ഛമ്മ ഇന്ന് ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ. അച്ഛമ്മ ഇന്ന് ഭയങ്കര റൊമാൻസ് ആയിട്ടാണല്ലോ പെരുമാറുന്നത്. അപ്പോൾ അച്ഛമ്മയുടെ പ്രായത്തിൽ അച്ഛമ്മയ്ക്ക് റൊമാൻസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് വർഷ. അങ്ങനെ കൂട്ടുകാരെ, ഇന്നത്തെ ചെമ്പന്നിപ്പൂവിൻ്റെ കഥ പറയാം. ഇന്നത്തെ ചെമ്പന്നിപ്പൂവിൻ്റെ കഥയിൽ ശ്രീകാന്ത് അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി, സച്ചിയും ശ്രുതിയും കൂടെയുണ്ട്. കറി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. സച്ചി ടേസ്റ്റ് നോക്കി അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ചന്ദ്രയും രവീന്ദ്രനും കൂടി സോഫയിൽ ഇരിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും അച്ഛമ്മയും കൂടിയിട്ട് ടേബിളും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് അച്ഛമ്മ പറയാണ്, അപ്പം എന്നാൽ നമുക്ക് കഴിക്കാമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ പറയാണ്, നിൽക്ക് കഴിക്കാൻ വരട്ടെ എന്ന് പറയണം. അപ്പോൾ കൊച്ചു ചോദിച്ചാൽ എന്താ അച്ഛമ്മേ? അപ്പോൾ ശ്രീകാന്ത് ചോദിച്ചാൽ എന്താ അച്ഛമ്മേ? അതെ, ഇന്ന് കഴിക്കണമെന്നൊരു പ്രത്യേകതയുണ്ട്. രണ്ടുപേരും, അതായത് ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്തിട്ട് വേണം ഇന്ന് ഫുഡ് കഴിക്കാൻ പറയണേ. അങ്ങനെ കഴിക്കണോ? വേണം. ഭാര്യ ഭർത്താവിനും വാരി കൊടുക്കണം, ഭർത്താവ് ഭാര്യയ്ക്കും വാരി കൊടുക്കണം എന്ന് പറയുമ്പോൾ വർഷ പറയണം, അച്ഛമ്മ ഇന്ന് ഭയങ്കര റൊമാൻസിലാണല്ലോ, ഇന്ന് ഭയങ്കര റൊമാൻസിലാണല്ലോ അച്ഛമ്മ ഉണ്ടാക്കണതെന്ന് പറയാണ്. എന്നാൽ എല്ലാവരും വാരി കൊടുത്തേന്ന് പറയാണ്. അപ്പം അങ്ങനെ ശ്രീകാന്ത് വർഷയ്ക്കും ശ്രുതിക്കും രേവതി സച്ചിക്കും വാരി കൊടുക്കുന്നത് നോക്കി അച്ഛമ്മ ഇരിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര വേഗം വാരിയിട്ട് ദോശ എടുത്തിട്ട് രവീന്ദ്രന് വായിൽ കൊടുക്കാൻ തുടങ്ങുമ്പോൾ രവീന്ദ്രൻ പറയും, അവരൊക്കെ ചെറുപ്പക്കാരല്ലേ, അവർ കഴിക്കട്ടെ, നീ കഴിക്കുക എന്ന് പറയും. രവീന്ദ്രൻ അത് വാങ്ങണില്ല. അപ്പോൾ ചന്ദ്രയ്ക്ക് അത് ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വാരി കൊടുക്കണമെന്നുള്ള വർഷ പറയണ, അച്ഛമ്മ അപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മയുടെ നല്ല പ്രായത്തിൽ നല്ല റൊമാൻസായി ഉണ്ടാവും, അച്ഛമ്മയ്ക്ക് ലവ് ഉണ്ടായിണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ ഒന്ന് പോടി പെണ്ണേ എന്ന് പറഞ്ഞിട്ട് നാണത്തോടു കൂടി അച്ഛമ്മ ഇരിക്കണം. അപ്പോൾ അച്ഛമ്മയുടെ മുഖത്ത് നാണം കണ്ടപ്പോൾ ശ്രീകാന്ത് പറയണ, അച്ഛമ്മയുടെ മുഖത്ത് നാണം കണ്ടില്ലേ, ഇത് കണ്ടാൽ തന്നെ അറിയാം അച്ഛമ്മയ്ക്ക് ലവ് ഉണ്ടായിരുന്നു എന്ന്. എനിക്ക് ആരോട് ലവ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന് എന്നോട് ലവ് ഉണ്ടായിരുന്നു. ഞാനേ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചെറുപ്പത്തിൽ പാടത്തേക്ക് കഞ്ഞിയൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ എൻ്റെ അച്ഛന് കഞ്ഞിയൊക്കെ കൊണ്ടുപോകുമ്പോഴേ ഇദ്ദേഹം ഞാൻ വരണ വഴിയിലൊക്കെ വന്ന് നിൽക്കാറുണ്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിക്കാറൊന്നുമില്ല, അദ്ദേഹം എന്നും എന്നെ കാണാൻ വേണ്ടി വന്ന് നിൽക്കാറുണ്ട്. അങ്ങനെ നിന്ന് ലാസ്റ്റ് അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ പെണ്ണ് ചോദിച്ചു. അത് ശരി, അപ്പോൾ പെണ്ണ് ചോദിച്ചപ്പോൾ അച്ഛമ്മ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടാവൂലേ ചോദിക്കുമ്പോൾ, പിന്നല്ലാതെ എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കല്യാണം നടന്നത്. അപ്പോൾ അച്ഛൻ കുറേ ഊട്ടിയിട്ടുണ്ടാവുമല്ലോ, പിന്നെന്താ. ഇനിയിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം നല്ലോണം എന്നെ ഊട്ടിയിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിന് ഊട്ടിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പേരക്കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ്. എന്നിട്ട് പറയാണ്, ഇനി വേഗം വാരി കൊടുത്തേ എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ പരസ്പരം വീണ്ടും അവർ വാരി കൊടുക്കുന്ന സമയത്ത് വർഷ നോക്കുമ്പോൾ രവീന്ദ്രനും ചന്ദ്രയും വാരി കൊടുക്കണില്ല. അപ്പോൾ വർഷ പറയണത്, അച്ഛമ്മേ അങ്കിളും ആൻറ്റിയും വാരി കൊടുക്കുന്നില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, അതെ എൻ്റെ കഴിച്ചു കഴിഞ്ഞു, എനിക്ക് മതിയായി എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ പ്ലേറ്റും കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പോൾ അച്ഛമ്മ പറയും, ചന്ദ്രയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട്. അപ്പം അച്ഛമ്മ പറയും, സാരമില്ല, അവരെ നിർബന്ധിക്കണ്ട, പിണക്കന്മാർ വരുന്നതല്ലല്ലോ, പോകെ എല്ലാം ശരിയാവും എന്ന് പറയാണ്. എന്നിട്ട് സച്ചിയോട് പറയും, സച്ചി നിങ്ങൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെയും കൂട്ടിയിട്ട് അച്ഛനെയും അമ്മയും കൂട്ടി നീ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരണം. പോവാല അച്ഛമ്മയെന്ന് പറയാണ്. അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി ചന്ദ്രോദയത്തിൽ എല്ലാവരും ഫുഡ് കഴിക്കണം. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. സച്ചി രേവതിയുടെ അടുത്ത് അടുക്കളയിൽ വന്നിട്ട് പറയും, രേവതി ഇപ്പം എല്ലാവരുടെയും അച്ഛൻ്റെ അമ്മയുടെയും പിണക്കൊക്കെ മാറി എല്ലാവരും ഹാപ്പി ആയല്ലോ, ഇനി നമുക്ക് കാർ എടുത്തൂടെ? കാർ എടുക്കാമല്ലോ സച്ചേട്ടാ, എന്നാൽ ഞാൻ പോയിട്ട് കാർ എടുത്തിട്ട് വരട്ടെ. അപ്പോൾ രേവതി പറയും, അപ്പോൾ അച്ഛമ്മ പറഞ്ഞില്ല അച്ഛനെയും അമ്മേനെയും കൊണ്ട് അമ്പലത്തിൽ പോകണമെന്ന്. ഞാനത് അങ്ങോട്ട് മറന്നു, എന്നൊരു കാര്യം ചെയ്യും, അവരെയും കൂട്ടി അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം പോയി കാർ എടുത്തിട്ട് വരാം. അപ്പോൾ രേവതി പറയും, സച്ചേട്ടൻ എന്തായാലും കാറ് പൂജിക്കാൻ കൊണ്ടോണ്ടേ, അപ്പോൾ സച്ചേട്ടൻ കൊണ്ടുവരുന്ന പുതിയ കാറിൽ അവരെ അമ്പലത്തിൽ കൊണ്ടുപോകാമല്ലോ. അപ്പോൾ അതെങ്ങനെ കാറ് കൊടുന്നിട്ടില്ല, എൻ്റെ സച്ചേട്ടൻ പോയി കാർ എടുത്തിട്ട് വാ, എന്നിട്ട് അച്ഛനെയും അമ്മേനെയും കൂട്ടിയിട്ട് അമ്പലത്തിൽ പോവാം, അപ്പോൾ കാറ് പൂജിക്കുകയും ചെയ്യാമല്ലോ. അതൊരു നല്ല ഐഡിയ ആണല്ലോ. ഓക്കെ രേവതി, അപ്പോൾ ഞാൻ പോയി കാർ എടുത്തിട്ട് വരാം കേട്ടോ, നീയൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നത് പറയും. ശരി സച്ചേട്ടാന്ന് പറയും. അങ്ങനെ സച്ചി കാർ എടുക്കാൻ വേണ്ടി പോവും. പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ കടയാണ്. ശ്രുതിയുടെ കടയിൽ ശ്രുതി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്ക് മാത്രം എന്തിനാ അങ്ങനെ പരീക്ഷണങ്ങൾ, ഒരു മില്യണയർ ആവണം, ഒരു മൾട്ടി മില്യണയർ ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തുടങ്ങിയതാണ് ഞാൻ ഈ ഷോപ്പ്, എന്നെ കടക്കാരനാക്കരുതേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, എനിക്ക് നല്ലോണം സമ്പത്തും ആയുസ്സും ആരോഗ്യമൊക്കെ തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ശ്രുതി എന്നൊരു വിളിയേക്കും. എന്തോ എന്നെയാണോ വിളിച്ച്? അയ്യോ ഈ ദൈവം സംസാരിക്കാൻ തുടങ്ങിയാൽ നോക്കുമ്പോൾ അവിടെയല്ല ഇവിടെ പറയും. നോക്കുമ്പോൾ ഒരാൾ ശ്രുതിനെ കാത്തിട്ട് നിൽക്കുന്നുണ്ട്. എന്താ സാർ, എന്താ വേണ്ടത് സാറിന് ചോദിക്കുമ്പോൾ, എനിക്കൊന്നും വേണ്ട, ഇതൊന്ന് ശ്രുതിനെ ഏൽപ്പിക്കാൻ വന്നതാ പറയും. അപ്പോൾ ഇതെന്താ ചോദിക്കുമ്പോൾ, നോക്ക് പറഞ്ഞിട്ട് ഒരു കവർ ശ്രുതിയുടെ കയ്യിൽ കൊടുത്തിട്ട് ആൾ പോവാണ്.
അപ്പോൾ ശ്രുതി ആ കവർ തുറന്ന് നോക്കുമ്പോൾ അതൊരു ലെറ്ററായിരുന്നു. അതിൽ എഴുതിയേക്കുന്നത് വേറെ ഒന്നല്ല, ശ്രുതിക്കുള്ള അടുത്ത ബോംബായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നായിരുന്നു ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അത് കേൾക്കുന്നതോടുകൂടി ശ്രുതി വീണ്ടും ഷോക്കാവാണ്. ശ്രുതിക്കത് വായിച്ചപ്പോൾ ആകെ പേടിയാവണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇത് വരുന്നില്ല. ശ്രുതി മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ദൈവമേ എനിക്ക് വീണ്ടും പ്രശ്നങ്ങളാണല്ലോ, ഇതിപ്പോൾ ആര് കാരണമായിരിക്കും എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോണ്, എന്തൊരു ഗതികേടാണ് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ പ്രശ്നങ്ങളെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ശ്രുതി ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. ഈ സമയത്താണ് കടയിലേക്ക് മീരയും ശ്രുതിയും കൂടി വന്ന് കയറുന്നത്. അങ്ങനെ ശ്രുതിയുടെ ഷോപ്പിൽ വരുമ്പോൾ ശ്രുതി ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് ഇരിക്കണത് കാണുമ്പോൾ ശ്രുതി വന്നിട്ട് ചോദിക്കും, ശ്രുതി എന്താ പറ്റിയേ, ശ്രുതി എന്താ ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് ഇരിക്കണേ, ശ്രുതിക്ക് എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടില്ല. പകരം ഈ കവർ എടുത്തിട്ട് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കണം. അപ്പോൾ ശ്രുതി അതെടുത്തിട്ട് വായിക്കും, നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. ഇത് കാണുമ്പോൾ ശ്രുതി ഞെട്ടാണ്. എന്നിട്ടത് വായിക്കാൻ മീരയുടെ കയ്യിൽ കൊടുക്കണം. അപ്പോൾ മീര അത് വായിക്കുമ്പോൾ മീര ആകെ ഷോക്കാവും. ഇതിപ്പോൾ ആരാ ശ്രുതിക്ക് ഇത് കൊടുന്നതന്നെ ചോദിക്കുമ്പോൾ ശ്രുതി പറയാൻ അറിയില്ല, ഇത് കൊടുന്ന ആളേനെ തപ്പി ഞാൻ കട മുഴുവൻ നടന്നു, ഞാൻ കണ്ടില്ല ശ്രുതി, ഇതിപ്പോൾ ആര് കാരണം കൊണ്ടാണ് എനിക്ക് പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലല്ലോ, ഇത് നമ്മുടെ വീട്ടുകാർ കാരണം കൊണ്ടാണോ കടയിലുള്ളൊരു കാരണം കൊണ്ടാണോ ആര് കാരണം കൊണ്ടാണെന്നൊരു പിടുത്തം കിട്ടുന്നില്ലല്ലോ ശ്രുതി, ഇതിപ്പോൾ ആകെ വിഷമമായില്ലോ എന്ന് പറയണം. അപ്പോൾ അത് കാണുമ്പോൾ ശ്രുതി പറയും, ഇതിപ്പോൾ ആരെങ്കിലും ശ്രുതിനെ പറ്റിക്കാൻ വേണ്ടി തന്നിരിക്കും, ശ്രുതി ടെൻഷൻ ആവാതിരിക്കും. ശ്രുതി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ശ്രുതിനെ ആശ്വസിപ്പിച്ചിട്ട് ചെയറിൽ കൊടുന്ന് ഇരുത്താണ്. ശ്രുതി വിഷമിക്കൊന്നും വേണ്ട, ഇത് വെറുതെ ആരെങ്കിലും ഇതാക്കാൻ വേണ്ടി തന്നതാവും എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുമ്പോൾ പണിക്കാർ തമ്മിൽ സംസാരിക്കുന്നുണ്ടാവും കടയിലത്തെ. അപ്പോൾ അവിടെ പോയിട്ട് എന്താ നിങ്ങളിപ്പോൾ സംസാരിച്ചേ? ഒന്നുമില്ല സാർ, ഞങ്ങൾ വെറുതെ ഇങ്ങനെ സംസാരിച്ചു. സത്യം പറഞ്ഞോ, നിങ്ങൾ എന്നെ പറ്റിയല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്, നിങ്ങൾ എന്നെ തകർക്കാനുള്ള പ്ലാനിങ് അല്ലേ ഇപ്പോൾ നടത്തുകൊണ്ടിരുന്നത്, നിങ്ങളതെല്ലാം ആസൂത്രണം ചെയ്യണമെന്ന് ചോദിച്ചിട്ട് പണിക്കാരോട് ശ്രുതി ഒരു ബോധമില്ലാത്തവരുടെ പോലെ പെരുമാറുമ്പോൾ ശ്രുതി പറയും, ശ്രുതി എന്തായി കാണിക്കുന്നത് ചോദിക്കും, നിങ്ങൾ അങ്ങോട്ട് പൊക്കോന്ന് പറഞ്ഞിട്ട് പണിക്കാരനെ അങ്ങോട്ട് മാറ്റിയിട്ട് ശ്രുതിനെ കൊണ്ടുവന്ന് വീണ്ടും കസേരയിൽ കൂടി നിർത്താൻ. എന്നിട്ട് പറയും, പേടിക്കൊന്നും വേണ്ട, ഇത് ആരാന്ന് വിചാരിച്ചിട്ടാണ് ശ്രുതി, ചിലപ്പോൾ ശ്രുതിനെ പറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും കൊണ്ടുവന്ന് തന്നതാവും പറഞ്ഞിട്ട് അങ്ങനെ മീരയും ശ്രുതിയും കൂടി അതിനെപ്പറ്റി ഡിസ്കഷനാണ്. മീര ചോദിക്കാനാണ്, ശ്രുതി ഇതിനിപ്പോൾ ചിലപ്പോൾ നവീൻ ദാസ് ആയിരിക്കും അത് കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ ശ്രുതി നവീൻ ആവാൻ സാധ്യതയില്ല മീര എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പോൾ മീര പറയും, അല്ല ശ്രുതി ചിലപ്പോൾ നീലിമയാവോ, നീലിമ ഇത്തരത്തിലുള്ള പണിയൊന്നും ചെയ്യില്ല എന്ന് പറയും. പക്ഷേ ശ്രുതി ഈ ലെറ്റർ കൊണ്ടുവന്ന ആളെ കടയിൽ അവിടെ കൊണ്ടുവന്ന് തന്ന ഉടനെ ഇയാളെ തിരിഞ്ഞു നോക്കുമ്പോൾ അയാളെ കാണുന്നില്ല. ശ്രുതി അവിടെയൊക്കെ തപ്പുണ്ട്, പക്ഷേ ആളെ കാണുന്നില്ല കേട്ടോ. ഒരു മിന്നായം പോലെയാണ് ആൾ വന്ന് പോകുന്നത്. അങ്ങനെ അവർക്ക് അടുത്ത ബോംബാണ് അവരുടെ കയ്യിൽ കിട്ടിയേക്കുന്നത്. അവരാകെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ്. ആ ഒരു സീൻ അവിടെ ക്ലോസ് ആയി. പിന്നെ ചന്ദ്രോദയത്തിൽ സച്ചി കാറും കൊണ്ട് വന്ന്, പുതിയ കാറും കൊണ്ട് വന്ന്, രേവതി ഉണ്ട് അവിടെ. അപ്പോൾ രേവതിനെ ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിക്കുമ്പോൾ പറയും, സച്ചി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയും, രേവതി ഫോൺ വിളിക്കട്ടെ വേണ്ടി ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിക്കുമ്പോൾ രേവതി ഫോൺ എടുക്കുക, എന്താ സച്ചിയേട്ടാ പറയുമ്പോൾ, രേവതി കാറ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, എന്നിട്ട് കയറുക സച്ചിയേട്ടാ, കാറും കൊണ്ടോ, നീ എന്താ മണ്ടത്തിന് അവരെ കാറകത്തേക്ക് കയറ്റാൻ പറ്റുമോ, നീ ഒരു കാര്യം ചെയ്യുക, എല്ലാവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വാന്ന് പറയും. അപ്പോൾ രേവതി പറയും, ശരി സച്ചേട്ടാ, ഞാൻ എല്ലാവരും കൂട്ടിയിട്ട് വരാമെന്ന് പറയും. അങ്ങനെ സച്ചി പറയാം, രേവതി ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് പുറത്ത് കാത്തിക്കാണ്. ആ സമയത്ത് രേവതി അച്ഛനും അമ്മയും അച്ഛമ്മയൊക്കെ നിൽക്കണോടത്ത് വന്നിട്ട് പറയും, അച്ഛമ്മേ സച്ചേട്ടൻ പുതിയ കാറ് വാങ്ങിയിട്ടുണ്ട്, കാണണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ഞെട്ടാണ്. രവീന്ദ്രൻ, മോളെ അവൻ മേടിച്ചോ? മേടിച്ചു വെച്ചാ സച്ചേട്ടൻ രണ്ടാമത്തെ കാറ് മേടിച്ച് വെച്ചാന്ന് പറയും. അപ്പോൾ ചന്ദ്ര പറയും, ഇവളുടെ സന്തോഷം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവള് ഹെലികോപ്റ്റർ മേടിച്ച പോലെയാണല്ലോ, ഹെലികോപ്റ്റർ വേണമെങ്കിൽ രേവതി മേടിച്ച് നിൻ്റെ തലയുടെ മുകളിൽ കയറ്റി വയ്ക്കും, കാണണോ നിനക്ക് ചോദിച്ചിട്ട് അച്ഛമ്മ ചന്ദ്രയെ ചീത്ത പറയാണ്. അങ്ങനെ ഇവർ ശ്രീകാന്തും വർഷയൊക്കെ വന്ന എല്ലാവരും കൂടി മുറ്റത്തേക്ക് സച്ചിയുടെ കാറ് കാണാൻ പോവാണ്. സച്ചിയുടെ കാറ് കാണുമ്പോൾ രവീന്ദ്രൻ പറയണം, ആഹാ കൊള്ളാലോ സച്ചി, നീ അങ്ങനെ രണ്ടാമത്തെ കാറ് മേടിച്ചൂലോടാ മോനെ, അച്ഛന് സന്തോഷമായി പറയും, വാങ്ങി വെച്ചാന്ന് പറയണം. അപ്പം അച്ഛമ്മ പറയും, നിനക്ക് 2 കാറായില്ല സച്ചി, സന്തോഷമായിടാ മോനെ, അച്ഛമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി പറയുമ്പോൾ ചന്ദ്രൻ പറയും, ഇതിപ്പോൾ സെക്കൻഡ് ഹാൻഡ് കാറല്ലേ, പുതിയതൊന്നുമല്ലല്ലോ, പറയണ കേട്ട പുതിയ കാറ് മേടിച്ചു കൊടുത്തിട്ട പോലെ ഉണ്ടെന്ന് പറയും. അപ്പോൾ അച്ഛമ്മ പറയും, അവർക്കത് സെക്കൻഡ് ഹാൻഡ് കാറാണെങ്കിൽ അവർക്കൊരു പുതിയ കാറാണ്. ചന്ദ്രേ, മക്കളൊന്നിനൊന്ന് മെച്ചത്തോടു കൂടി ജീവിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുക വേണ്ട, അല്ലാണ്ട് ഇങ്ങനെ അസൂയും കണ്ണുകടിയും പാടില്ല ചന്ദ്രൻ, നിൻ്റെ മോൻ തന്നെയല്ലേ അവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രനെ വഴക്ക് പറയാണ്. അത് കഴിഞ്ഞിട്ട് ശ്രീകാന്തും വർഷം പറയും, സച്ചേട്ടാ ഈ കാറ് കണ്ട പഴയ കാറാന്ന് പറയേ ഇല്ല കേട്ടോ സച്ചേട്ടാ, പുതിയ കാറ് പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ സച്ചി പറയണം, താങ്ക് യു എന്ന് പറയണ സച്ചി. അപ്പോൾ ശ്രീകാന്ത് പറയും, സച്ചേട്ടൻ ഇങ്ങനെ ഒരുപാട് വണ്ടികൾ മേടിച്ചിട്ട് ഒരുപാട് കാറുകൾ മേടിച്ചിട്ട് ഒരു ട്രാവൽ ഏജൻസി തുടങ്ങട്ടെ എന്ന് പറയുമ്പോൾ, തുടങ്ങാടാ ശ്രീകാന്ത് പറയുമ്പോൾ ചന്ദ്രൻ എന്നിട്ട് പറഞ്ഞ് ചുമയ്ക്കുമ്പോൾ എന്താ ഒരു ചുമ എന്ന് ചോദിക്കും. എന്താ എനിക്ക് ചുമയ്ക്കാനും പാടില്ല ചോദിക്കുമ്പോൾ സച്ചി പറയും, അച്ഛമ്മ ഈ ചുമയ്ക്കുള്ള മരുന്ന് കൊടുക്കാല്ലേ അച്ഛമ്മടയിൽ ചോദിക്കുമ്പോൾ,
എൻ്റെ സച്ചി നീ മിണ്ടാതിരുന്ന ഈ ചുമക്കുള്ള മരുന്ന് കൊടുക്കാൻ നിന്ന് അതിനെന്നെ സമയം ഉണ്ടാവുള്ളൂ, വേറെ പണിയൊന്നുമില്ലേ നമുക്കെന്ന് ചോദിക്കാൻ അച്ഛമ്മ. അങ്ങനെ സച്ചിയുടെ കാറ് വെച്ച സന്തോഷത്തിലാണ് എല്ലാവരും. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മ പറയാണ്, മോനെ നീ ഇവരെയും കൂട്ടി അമ്പലത്തിൽ പോയിട്ട് വരണട്ടെ. പറയുമ്പോൾ പോവാ അച്ഛമ്മേ. അച്ഛമ്മേ ഈ ചാവി മേടിക്കാൻ വേണ്ടിയിട്ട് ചാവി എടുത്തിട്ട് അച്ഛമ്മയുടെ കയ്യിൽ കൊടുക്കാണ് സച്ചി. അപ്പോൾ അച്ഛമ്മ ചോദിക്കും എന്തിനാ മോനെ ഇത് എനിക്ക് ചോദിക്കുമ്പോൾ അച്ഛമ്മ ഈ ചാവി മേടിച്ച് നല്ലോണം മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഈ ചാവി രേവതിക്ക് കൊടുക്കുകയെന്ന് പറയും. അപ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ചാവി മേടിച്ച് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ആ ചാവി രേവതിക്ക് കൊടുക്കുന്നു. രേവതി അത് വാങ്ങി പ്രാർത്ഥിച്ചിട്ട് സച്ചിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ പോയിട്ട് എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ വേഗം വന്നിട്ട് വർഷ ശ്രീകാന്ത് വാടാ മക്കളെ പറയുമ്പോൾ ശ്രീകാന്ത് വർഷം പറയും ഞങ്ങളില്ല അങ്കിൾ നിങ്ങൾ പോയിട്ട് വന്നാൽ മതി എന്ന് പറയും. എന്താ നിങ്ങളില്ലാത്തേ? ഞങ്ങളില്ല പറയുമ്പോൾ. അപ്പോൾ സച്ചി പറയുമ്പോൾ അച്ഛമ്മയും വായ പറയുമ്പോൾ ഞാനില്ല നിങ്ങൾ പോയിട്ട് വന്നാൽ മതി പറയും. അപ്പോൾ സച്ചി പറയും വാ അച്ഛമ്മേ കാറിൽ സ്ഥലം ഉണ്ടല്ലോ നമുക്ക് പോയിട്ട് വരാൻ പറയുമ്പോൾ അച്ഛമ്മ ഏട്ടാ സച്ചി മിണ്ടാതിരിക്കേ. അപ്പോൾ എന്താ അച്ഛമ്മേ? മിണ്ടാതിരിക്കേ, അച്ഛനും അമ്മയും പോട്ടെ, അച്ഛനും അമ്മയും വരട്ടെ പറയുമ്പോൾ എന്താ അച്ഛമ്മേ അങ്ങനെ പറയണേ? അപ്പോൾ ഈ മണ്ടനെ കൊണ്ട് തോറ്റു ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല പറയുമ്പോൾ രേവതി ഒന്ന് പറഞ്ഞു കൊടുത്തേ പിന്നെ പറയുമ്പോൾ രേവതി പറയും സച്ചേട്ടാ പറഞ്ഞിട്ട് ഒരു പിച്ച് കൊടുക്കുന്നിട്ട് പറയും സച്ചേട്ടാ അച്ഛനും അമ്മയും വരട്ടെ ഇങ്ങനെ പറയാണ്. അപ്പോൾ സച്ചി ശരി അച്ഛമ്മേ അച്ഛനും അമ്മയും വരട്ടെ, ശരി അച്ഛമ്മ വരണ്ട, അച്ഛനും അമ്മയും വന്നാൽ മതി. അപ്പോൾ വർഷ പറയോ ഈ സച്ചേട്ടനെല്ലാം മെല്ലെ ബൾബ് കത്തുള്ളൂ, ഈ സച്ചേട്ടനെ കൊണ്ട് തോറ്റു എന്ന് പറയും വർഷ. അങ്ങനെ രവീന്ദ്രൻ കാറിൽ കയറാൻ മുമ്പ് ഫ്രണ്ടിൽ സച്ചിയുടെ അടുത്ത് കയറാൻ മുമ്പ് അച്ഛമ്മ പറയും രവി നീ ഫ്രണ്ടിലല്ല നീ ബാക്കിൽ കയറിയിരിക്കുക എന്ന് പറയും. അതെന്താ അമ്മേ കാറിൽ കയറിയിരുന്നല്ലേ കാറ് പോവുള്ളൂ, നീ ഫ്രണ്ടിലിരിക്കണ്ട നീ ബാക്കിലേക്ക് ഇരിക്കുക പറയും. ചന്ദ്രയോട് പറയും ചന്ദ്ര നീ അവിടെ കയറി പറയും. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണം. അപ്പോൾ ഇവർ ചന്ദ്രയുടെ രവീന്ദ്രൻ്റെ പിണക്കം മാറ്റാനുള്ള പോംവഴികൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇതൊക്കെ പ്ലാൻ ചെയ്തേക്കണമെന്ന് നമുക്കറിയുന്നുണ്ട്. പക്ഷെ ചന്ദ്രയ്ക്ക് രവീന്ദ്രൻ്റെ അത് മനസ്സിലാവില്ല. അത് കഴിഞ്ഞ് സച്ചിയോട് പറയും അച്ഛനും അമ്മയും പിന്നിൽ കയറും, മോളെ രേവതി നീ ഫ്രണ്ടിൽ കയറിട്ടോ പറയും. അപ്പോൾ ശരി അച്ഛമ്മേ ഞാൻ ഫ്രണ്ടിൽ കയറിക്കോളാം പറയും. അങ്ങനെ ചന്ദ്രനെയും രവീന്ദ്രനെയും ബാക്കിൽ കയറ്റി രേവതിയും സച്ചിയും കൂടി ഫ്രണ്ടിൽ കയറി അങ്ങനെ ഒരു അമ്പലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ സച്ചിക്ക് അപ്പോഴാണ് ബൾബ് കത്തേണ്ടത്. അച്ഛൻ്റെ അമ്മയുടെയും പിണക്കം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തേക്കുന്നതെന്ന് സച്ചിക്ക് അപ്പോഴാണ് ബൾബ് കത്തേണ്ടത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനത്തെ ഒരു എപ്പിസോഡിലാണ് അവർ അമ്പലത്തിൽ പോകാൻ നിൽക്കുന്ന എപ്പിസോഡിലാണ് ഇന്നത്തെ ക്ലൈമാക്സ്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.